ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താണോ അമ്മ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഐശ്വര്യ, വാ. എല്ലാം ഒപ്പിച്ചു വച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നീ എന്റെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലടി. നമ്മൾ രണ്ടുപേരുടെയും തന്ത ഒന്ന്. വാശി എനിക്കുണ്ട്. ഇതിന് നീ അനുഭവിക്കും. ഞാനാ പറയുന്നേ. അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം. വിവാഹ വാർഷികത്തിന് അമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റൊന്നും തന്നില്ല. ഞാൻ എന്തു വാങ്ങിയാ അമ്മയ്ക്ക് ഇഷ്ടാവെന്ന് അറിയില്ലായിരുന്നു. അമ്മയ്ക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇപ്പം ഇതേ ഉള്ളൂ. അമ്മ, താങ്ക്സ് മോനെ. ഇന്ന് എനിക്ക് ഇവിടെ കിട്ടിയ സമ്മാനങ്ങളില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ. നല്ല പെയിന്റിംഗ്. ഇത് വരച്ചത് ചിന്നു അമ്മേ. അമ്മയ്ക്ക് ഇഷ്ടമായല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഇഷ്ടായി, ഒരുപാട് ഇഷ്ടമായി. താങ്ക്സ് അമ്മ. ഞാൻ പോയി ചിന്നുവിനോട് കൂടി ഇത് പറയട്ടെ. അവൾക്കും സന്തോഷാവും. ചിന്നു, ആ ഗിഫ്റ്റ് അമ്മയ്ക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം രമാമ്മ എന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതിന് കാരണക്കാരി താനാ. താങ്ക്സ് ചിന്നു. താങ്ക് യു വെരി മച്ച്.
എന്താണോ? നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇത്രയും നാള് നിങ്ങൾ പറയുന്നത് കേട്ടതുകൊണ്ടാ എന്റെ മോൾക്ക് ഈ അവസ്ഥ വന്നത്. കുഞ്ഞിലെ മുതല് അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ അർജുനേട്ടി എനിക്കുള്ളതാന്ന്. എന്നിട്ടിപ്പോ എവിടുന്ന് വന്നവൾ കൊണ്ടുപോയില്ലേ? ഇത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് എനിക്ക് നേരത്തെ സംശയം തോന്നിയതുകൊണ്ടാ നിന്നോട് ഞാൻ പറഞ്ഞത് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചെടുക്കാൻ. അമ്മ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു. ദേ നിക്കുന്നു എല്ലാം ഏറ്റു എന്ന് പറഞ്ഞ ആള്. അവൻ ഇങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. അവൻ മാത്രമല്ല, എന്റെ പുന്നാര പെങ്ങളും കൂടി ചേർന്നല്ലേ നമ്മളെ ചതിച്ചത്. എനിക്കൊന്നും അറിയണ്ട. എന്തു വന്നാലും അർജുൻ എന്റേതാണെന്നും എനിക്ക് എന്നെ കിട്ടുമെന്നും ഉറപ്പ് വന്നത് അച്ഛനാ. ആ ഉറപ്പ് അച്ഛൻ പാലിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കളയും. പറഞ്ഞേക്കാം. അർജുനും അനസൂയയും തമ്മിലുള്ള വിവാഹത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായാ അത് നടത്തിയെടുക്കാനുള്ള എന്തോ ഒരു വലിയ തൂർപ്പ് ചീട്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നല്ലേ നിങ്ങൾ എപ്പോഴും പറയാറുള്ളത്? അങ്ങനെ നിങ്ങളുടെ പെങ്ങൾക്കെതിരെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കാനുള്ള സമയം ഇപ്പോഴാ. എന്റെ കൊച്ചിന്റെ ജീവിതം വെച്ച് കളിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഇറങ്ങി വാടി ഇറങ്ങ. ഇതൊക്കെ എത്ര കാലം മൂടി വെച്ച് ജീവിക്കാൻ പറ്റുമെന്ന് രമേ നീ കരുതിയത്? ഇപ്പോ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം നീ. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ നിന്നോട് ഇനി ഞാൻ ക്ഷമിക്കാനോ? ഇറങ്ങി പോരാടി പറഞ്ഞു.